ഹായ് ഗൈസ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വാലിഡ് അനാഗ്രാം എന്ന് പറയുന്ന ഈ ഒരു പ്രോബ്ലം നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ എങ്ങനെ ഒരു കോഡിലോട്ട് മാറ്റാം എന്നുള്ളത് നോക്കാം. ഓക്കെ, നമ്മൾ അതിൽ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൽ ഇമ്പോർട്ടന്റ് കണ്ടീഷൻ ആണ് നമ്മൾ ലെങ്ത് ഈക്വൽ ആയിരിക്കണം എന്നുള്ളത്. നമ്മുടെ ഫംഗ്ഷനകത്ത് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ട കണ്ടീഷൻ എന്താണ്? ലെങ്ത് ഓഫ് എസ് എന്ന് പറയുന്നത് ഇസ് നോട്ട് ഈക്വൽ ടു ലെങ്ത് ഓഫ് ടി ആണെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി റിട്ടേൺ ഫാൾസ്. ഓക്കെ, ഫോൾസ് റിട്ടേൺ ചെയ്യും. ഓക്കെ, ഇനി ചെയ്യേണ്ട എന്താ? നമുക്കൊരു ഫ്രീക്വൻസി മാപ്പ് ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാനൊരു മാപ്പ് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഞാനൊരു ലൂപ്പ് ഉപയോഗിച്ചിട്ട് ഫോർ ഐ എന്ന് പറയുന്നത് 0 till n, വേറെ n എന്ന് പറയുന്നത് സ്ട്രിങ്ങിന്റെ ലെങ്ത് ആണ്. ഇവിടെ ഞാൻ എന്ത് ചെയ്യും? ആ ഒരു മാപ്പിനകത്തോട്ട് ഞാൻ എന്റെ ഫ്രീക്വൻസീസ് ഫിൽ ചെയ്യും. ഓക്കെ, ഇപ്പൊ എനിക്ക് എന്തുണ്ട്? എന്റെ ഫ്രീക്വൻസി മാപ്പ് കംപ്ലീറ്റ് ആയി. ഇനി ഞാൻ ചെയ്യേണ്ടത് എന്താ? ആ ഒരു ടി എന്ന് പറയുന്ന സ്ട്രിങ്ങിനെ ഞാൻ എന്ത് ചെയ്യണം? ആ ഒരു ഫ്രീക്വൻസി മാപ്പായിട്ട് കമ്പയർ ചെയ്യണം. അപ്പൊ അതായിരിക്കും ഞാൻ എന്റെ നെക്സ്റ്റ് ലൂപ്പിനകത്ത് ചെയ്യുന്നത്. ഓക്കെ, അഗെയിൻ ഞാൻ എന്ത് ചെയ്യും? ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്യും. അതും ഐറ്ററേറ്റ് ചെയ്യുന്നത് 0 to n ആയിരിക്കും. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ആ ഒരു ക്യാരക്ടർ ആ ഒരു മാപ്പിനകത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അവിടുന്ന് ഫോൾസ് റിട്ടേൺ ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഇഫ് എന്റെ മാപ്പിനകത്ത് എന്റെ ഈ ഒരു ടി ഓഫ് ഐ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? റിട്ടേൺ ഫോൾസ്. അത് അനാഗ്രാം അല്ല. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എന്റെ മാപ്പിൽ നിന്ന് ഞാൻ ആ ഒരു കൗണ്ട് ഡിക്രിമെന്റ് ചെയ്യണം. മാപ്പ് ഓഫ് ടി ഓഫ് ഐ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിക്രിമെന്റ്. ഓക്കെ, അങ്ങനെ ആ ഒരു ലൂപ്പ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ? അത് അനാഗ്രാം ആണെന്നാണ്. എനിക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാം? റിട്ടേൺ ട്രൂ. ഈ ഒരു സ്ട്രിങ്, രണ്ട് സ്ട്രിങ്സ് തമ്മിൽ അനാഗ്രാം ആണെന്ന് എനിക്ക് അവിടെ നിന്ന് റിട്ടേൺ ചെയ്യാം. ഓക്കെ, ഇനി ഇതിന്റെ കോംപ്ലക്സിറ്റി എന്താ വരുന്നത്? ഇവിടെ നോക്കുവാണെങ്കിൽ ഞാനിവിടെ ഫസ്റ്റ് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഞാൻ എന്റെ മാപ്പ് ഫിൽ ചെയ്യുന്നുണ്ട്. ദെൻ സെക്കൻഡ് ലൂപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് അത് നെസ്റ്റഡ് ലൂപ്പ് അല്ല, അത് സെപ്പറേറ്റ് ലൂപ്പ് ആണ് വരുന്നത്. എന്റെ ഫസ്റ്റ് ലൂപ്പിന്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് എന്താ? O ഓഫ് n ആണ്. പ്ലസ് എന്റെ സെക്കൻഡ് ലൂപ്പ് എന്താണ്? O ഓഫ് n ആണ്. ഇവിടെ ഇൻറ്റു അല്ല വരുന്നത്, അഡീഷൻ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ടൈം കോംപ്ലക്സിറ്റിയെ O ഓഫ് n എന്ന് വിളിക്കാം. ഓക്കെ, കാരണം ഇവിടെ നമ്മളിവിടെ നെസ്റ്റഡ് ലൂപ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. കംപ്ലീറ്റ് DSR പ്രോബ്ലം സോൾവിംഗ് സീരീസ് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം.